ഏത് ക്ലാസ്സിൽ? സ്കൂളല്ല, ഇത് ഒരു സ്പെഷ്യൽ സ്കൂളാണ്. അതുകൊണ്ട് ഇവിടെ ടീച്ചേഴ്സിൻ്റെ എല്ലാ സഹായവും ഉണ്ടായിരിക്കുന്നതായിരിക്കും പിള്ളേരുടെ പ്രോഗ്രസ്സിന് വേണ്ടി. അതുകൊണ്ട് എല്ലാവർക്കും നല്ല കംഫർട്ടബിളായിട്ട് ഉള്ള വർക്കുകളിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാവരും ഉപയോഗിക്കുക, നല്ല മിടുക്കലായിട്ട് വളരുക. നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ജോർജ് ചാക്കോ സാറ്, സ്വാഗതം ആശംസിച്ച ഹെഡ്മിസ്റ്റർ ജിജി വർഗീസ്, നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ കിഴമാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ, മറ്റു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ആധുനിക കാലഘട്ടത്തിന് വിദ്യാഭ്യാസത്തിന് വളരെ പ്രസക്തി
ശ്രദ്ധ ആകർഷിച്ച കാലഘട്ടമാണത്. കാഴ്ച പരിമിതികളുണ്ടെങ്കിലും അവരെ വിദ്യ കൊണ്ട് കലാകാരിക അവരുടെ കഴിവുകളെല്ലാം തിരിച്ചറിഞ്ഞ് മാതൃസേനത്തിന്റെ തുല്യമായിട്ട് സ്നേഹം പ്രവർത്തനമാണ് ബ്ലൈൻഡ് സ്കൂളിന്റെ ഒരു മെഴുകുതി. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നിങ്ങൾ കുട്ടികൾക്ക് കാഴ്ച പരിമിതി ഉണ്ടെങ്കിലും അവർക്ക് കുറച്ച് കടന്നതായിരുന്നു. എല്ലാവരും പറയുമല്ലോ, ഉത്തരം പറയുമല്ലോ. കൈയുണ്ട്, വെള്ളില്ല. ഒന്നുകൂടി ചോദിക്കാൻ. കൈയുണ്ട്, വെള്ളില്ല. അടക്കളിലുണ്ട് 3 രോഗങ്ങൾ. രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ പ്രവേശനോത്സവ വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ അതിയായ സന്തോഷവും അഭിമാനവും ലഭിച്ചു. ഈ സ്കൂൾ ഇത് വെറുമൊരു പഠനം മാത്രമല്ല. ഇവിടെ കുട്ടികളുടെ ആത്മവിശ്വാസം, അതുപോലെ തന്നെ ജീവിത മൂല്യങ്ങൾ, ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവൾ സ്വപ്നം കണ്ട ആ ദിവസം വന്നെത്തി. അവളുടെ അച്ഛനോടും അമ്മയോടുമൊപ്പം ഒരു കുഞ്ഞു പൂമ്പാറ്റയെ പോലെ പാറി പറന്ന് വിദ്യാലയത്തിലെത്തി. അവൾ വളരെ ആകാംക്ഷയോടെ ക്ലാസ് മുറിയിലിരുന്നു. അന്നയുടെ കുഞ്ഞു
നമ്മുടെ വിദ്യാലയത്തിൽ നടത്തുന്ന പ്രവേശനോത്സവം ആഘോഷിക്കുന്ന ഈ സന്തോഷവേളയിൽ പുതുതായി എത്തിയ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ് സ്കൂൾ പ്രവേശനം. അറിവിന്റെ ലോകത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പാണിത്. ഈ വിദ്യാലയം കുട്ടികൾക്ക് അക്ഷരജ്ഞാനം മാത്രമല്ല, നല്ല ശീലവും മൂല്യങ്ങളും ആത്മവിശ്വാസവും പകർന്നു നൽകുന്ന ഇടമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നു മുതൽ നിങ്ങൾ വലിയ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഇവിടെ പുതിയ കൂട്ടുകാരെ കണ്ടെത്തും, പുതിയ കാര്യങ്ങൾ പഠിക്കും. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ കാണിക്കുന്നത് ഒരു കൊച്ചു മിമിക്രിയാണ്. ആദ്യമായി ഒരു ഫ്ലൈയിംഗ് ചിത്രം. അടുത്തതായി ഒരു ആംബുലൻസ് പറ്റിയ വ്യക്തിയെ കൊണ്ടുപോകാൻ എത്തിക്കാൻ പോകുന്നു. അടുത്തതായി പട്ടി അടുത്തതായി ആ പട്ടിയുടെ മേത്ത് ഒരു വികൃതിയായ കുട്ടി കല്ലെറിയും. ഈ സ്കൂളിലെ ആദ്യത്തെ ദിനമാണ്. ഇവിടുത്തെ ടീച്ചറായിട്ട് അപ്പോയിൻമെന്റ് ചെയ്യുന്ന ആദ്യത്തെ ദിവസമാണിത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനി കൂടുതൽ കുഞ്ഞുങ്ങളുമായിട്ട് എന്താ പറയുക, നമ്മുടെ ചെറിയ വിദ്യാലയത്തിലും ഏറ്റവും വലിയൊരു പ്രവേശനോത്സവം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നിവിടെ പുതിയതായി കടന്നു വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ചെറിയൊരു ആശങ്ക കടന്നു വന്നു പോകുന്നതായിട്ടാണ്. ഒരുപക്ഷെ ഈ സമയമായപ്പോൾ അത് ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ടാകും, ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒട്ടും സംശയമില്ലാതെ നമ്മുടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾ എത്തപ്പെടുന്ന ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അതിൽ യാതൊരു ആശങ്കയുമില്ല. ഇവിടെ എത്തിച്ചേർന്ന ഓരോ കുട്ടികളുടെയും ആവശ്യമുണ്ടാകും അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയാക്കി മാറ്റുന്നതിനുള്ള പരിശീലനമാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.